ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും ഇടമാണ് കേരളം, പ്രിയ കേരളം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സരയു. ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിലാണ്. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ബഹുമാന്യനായ മന്ത്രി ശ്രീ MP രാജേഷിനെ നേരിട്ടൊന്ന് കാണുക എന്നുള്ളതിനാണ്. നമസ്കാരം സർ. തിരക്കുള്ള ദിവസമാണ്. നേരിട്ട് കാണുന്നതും അതെ അതെ അതെ, ആഗ്രഹിച്ചിരുന്നു നേരിട്ടൊന്ന് കാണണം, പരിചയപ്പെടണം എന്നുള്ളത്. അപ്പോ തിരക്കുള്ള ദിവസമാണ്. പാലക്കാട് ബന്ധമുണ്ടല്ലോ. പാലക്കാടല്ല, ശരിക്കും എന്റെ വീടിന്റെ അടുത്താണ്, തൊട്ടടുത്ത് തന്നെയാണ്, ചെർപ്പളശ്ശേരി തന്നെയാണ് ഹസ്ബൻഡിന്റെ വീട്. എന്റെ അമ്മയുടെ വീട് ചെർപ്പളശ്ശേരി അടുത്താണ്. അപ്പൊ അന്ന് മുതൽ കേട്ടും ഒക്കെ പരിചയമുള്ള പേര് തന്നെയാണ്. അപ്പൊ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നേരിട്ടൊന്ന് കാണണം, സംസാരിക്കണം എന്നുള്ളത്. നമ്മൾ സ്പീക്കറിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റ് ആയിരുന്നല്ലോ സാർ. ഇങ്ങനെ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയം എടുത്തോ? ഇല്ല, ഉണ്ടായില്ല. കാരണം ഒന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുറെ കാലമായിട്ടുണ്ടല്ലോ. നേരത്തെ MP ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കറായിട്ട് 1.5 കൊല്ലാണ് ഉണ്ടായത്. അത്ര വലിയ പ്രയാസം എനിക്ക് തോന്നിയില്ല. പെട്ടെന്ന് തന്നെ അതും നമ്മുടെ തദ്ദേശ സ്വയംഭരണം എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. തദ്ദേശ സ്വയംഭരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പകുതി ഗവൺമെന്റാണ്, പിന്നെ വളരെ ഹെവിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പാണ്. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ്. സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്ഥാപനം. എല്ലാത്തിനും, ജനനം തൊട്ട് മരണം വരെ. ഈ ഇപ്പം നമ്മുടെ കുടുംബശ്രീയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഹരിതസേനയുടെ ആണെങ്കിലും എനിക്ക് നേരിട്ട് കുറെ കാര്യങ്ങൾ കാണണമെന്നും അറിയണം എന്നൊക്കെ ഒരു ആഗ്രഹം കൂടിയുണ്ട്. നമ്മുടെ ഹരിതകർമ്മ സേന എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകളുടെ ജീവിതത്തെ ആകെ വിപ്ലവകരമായിട്ട് മാറ്റിമറിക്കുകയല്ലേ ചെയ്തത്. കുടുംബശ്രീ അതെ, സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പുറമെ ഇപ്പൊ പുതിയ മേഖലകളിൽ കുടുംബശ്രീ ഇടപെടുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ പ്രീമിയം കഫേ എന്ന് പറയുന്നത്. പ്രീമിയം കഫേയുടെ നെറ്റ്വർക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് വന്ന സമയത്ത് ജനകീയ ഹോട്ടൽ കുടുംബശ്രീ ആരംഭിച്ചു. പിന്നെ നമ്മളിപ്പോൾ ജെറിയാട്രിക് കെയറിലേക്ക് കുടുംബശ്രീ വരുന്നു. അതായത് കേരളത്തിൽ ഇപ്പോൾ ഒരു 10-20% മുതിർന്ന പൗരന്മാരാണ്. അപ്പോൾ അവർക്ക് ഒരു കെയർ കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് പലരും മക്കൾ നാട്ടിലുണ്ടാവില്ല, പുറത്തായിരിക്കും. അപ്പോൾ കുടുംബശ്രീ ഇപ്പോൾ കെയർ എക്സിക്യൂട്ടീവുകളുടെ പരിശീലനം പൂർത്തിയാക്കി 2 ബാച്ച് പുറത്തിറക്കി കഴിഞ്ഞു. ഒരുപാട് സ്വകാര്യ ഏജൻസികളും മറ്റുമൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട്. അവരെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയാണ് യൂണിവേഴ്സൽ പാലിയേറ്റീവ് കെയർ ചെയ്യുന്നത്. ഇത് രണ്ടാ. യൂണിവേഴ്സൽ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്ന, അതേസമയം മറ്റേ ഈ കുടുംബശ്രീയുടെ കെയർ എക്സിക്യൂട്ടീവുകൾ പേയ്മെന്റ് ബേസിസിലാണ്. അതൊരു തൊഴിലവസരമായിട്ട് കൂടിയാണ് കണക്കാക്കുന്നത്. മനസ്സിലായി. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് വയ്ക്കുന്നത് ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക്, സ്ത്രീകളിലൂടെ വനിതകളിലൂടെ ഒരു സഹായം എന്നുള്ള രീതി തന്നെയാണല്ലോ. അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഈ അതിദാരിദ്ര്യർ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തതാണ്. എന്താണ് നമ്മൾ ഈ അതിദാരിദ്ര്യം എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, 27 കൊല്ലം മുമ്പ് കുടുംബശ്രീ തുടങ്ങിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനായിട്ടാണ്. ഇന്ന് അത് മാറി ഇനി അടുത്ത ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് കുടുംബശ്രീ, വരുമാന വർധനവ് എന്നുള്ളതിലേക്കാണ്. കുടുംബശ്രീയുടെ കൂടി പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറി. ഇപ്പോൾ 2021 കണക്ക്, നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് അതിദരിദ്രർ 0.71%. അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയാവുന്ന വിഭാഗം 1% താഴെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവായി. വേണമെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് അവഗണിക്കാവുന്നതോ കണ്ണടയ്ക്കാവുന്നതോ ആണ്. ഏതൊരു സമൂഹത്തിലും കുറച്ച് ദരിദ്രർ കാണും എന്ന മട്ടിൽ. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കലായിരുന്നു. അതായത് 2021 സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവൺമെൻറ് അധികാരത്തിലേറി ആദ്യ ക്യാബിനറ്റിൽ 1ാമത്തെ അജണ്ട അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. ഞാനന്ന് മറ്റേ ക്യാബിനറ്റിലല്ല, ഞാൻ സ്പീക്കറാണ്. ഇതുവരെയുള്ള ജൂൺ വരെയുള്ള കണക്ക് നോക്കുമ്പോൾ 64,006 കുടുംബങ്ങളിൽ 93% ദാരിദ്ര്യത്തിൽ നമുക്ക് മോചിപ്പിക്കാൻ പറ്റും. അവശേഷിക്കുന്ന 7% നവംബർ 1 മോചിപ്പിക്കാനാവും.
അതായത് ദാരിദ്ര്യം ഇല്ലാതെ ഉള്ള ഒരു സംസ്ഥാനമായി അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം. ഇതിന് വേറൊരു പ്രത്യേകത, ഇതിനൊരു ഗ്ലോബൽ റെലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് ഇതിനു മുമ്പ് ഇങ്ങനൊരു ശ്രമം നടത്തിയിട്ടുള്ളത് ചൈന മാത്രമാണ്. ചൈന കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് കേരളമാണ് ഈ ശ്രമം നടത്തുന്നത്. അതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന്. തീർച്ചയായിട്ടും. ഇപ്പം ലൈഫ് മിഷൻ്റെ ആണെങ്കിലും നമ്മൾ കരുതിയിരുന്ന കണക്കിൽ നിന്നൊക്കെ ഒരുപാട് മുകളിൽ നമുക്ക് പ്രവർത്തിക്കാനും ആളുകൾ. ലൈഫ് മിഷൻ ഇപ്പോൾ 5.5 ലക്ഷത്തിലധികം പേര് അഗ്രിമെന്റ് വെച്ചു. 4,62,000 പേര് വീട് പണി പൂർത്തിയാക്കി. ഈ വർഷം 1 ലക്ഷം വീട് കൂടി കൊടുക്കും. അപ്പൊ 6.5 ലക്ഷം കൊടുക്കും. നമ്മൾ പറഞ്ഞ കണക്കിൽ നിന്ന് എത്ര എക്സ്ട്രീമിലേക്ക് നമുക്ക് പോകാൻ 4 ലക്ഷം നമ്മൾ സാധിച്ചു. കൊടുക്കുന്നത്. 4 4 ലക്ഷമാണ്. ലക്ഷമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു 72,000 ഉണ്ട്. അതാണ് വ്യത്യാസം. ഇന്ത്യയിൽ വീട് വെക്കാൻ ഏറ്റവും ഉയർന്ന തുക കൊടുക്കുന്നത് കേരളമാണ്. ഇതുവരെ നമ്മൾ ചെലവഴിച്ച തുക എത്രയെന്ന് അറിയാമോ? അത് കേട്ടാൽ അത്ഭുതപ്പെട്ടു. ലൈഫിൽ വീട് കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ച തുക 18,080 കോടി രൂപയാണ്. ഓക്കെ ശരി ശരി. എന്താ വരൂ, ഇരിക്കൂ, ഇരുന്നോളൂ. എവിടുന്നാ? വിഞ്ഞാറമൂട് പുല്ലമ്പാറ. പുല്ലമ്പാറയെന്നാണ്. പുല്ലമ്പാറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ മതി, പുല്ലമ്പാറന്ന് വരുന്ന ആളല്ലേ, ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച പഞ്ചായത്താണ്. അപ്പൊ അമ്മയും അതിന്റെ ഒരു ഭാഗമായിരിക്കണമല്ലോ. അല്ല, പഠിച്ചില്ലേ? പഠിച്ചോ? എന്താ പേരെന്താ? പത്മിനി. ഓർമ്മയുണ്ടോ? ഞാനും മുഖ്യമന്ത്രിയൊക്കെ അന്ന് വന്നത് ഓർക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമായിട്ട് കേരളം മാറി. സമ്പൂർണ്ണ സാക്ഷരത പോലെ ഡിജിറ്റൽ സാക്ഷരത. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉദ്ഘാടനത്തിന് വന്നിട്ട് ഒരു പ്രായമുള്ള ഒരമ്മ മുഖ്യമന്ത്രിയെ വീഡിയോ കോളിൽ വിളിച്ചു. വിളിക്കുന്നോ? സാറിനെ വിളിക്കാം. സാറിനെ വിളിക്കാം. രാജേഷ് സാർ. രാജേഷ് സാർ എന്ന് പറയുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. പ്രസിഡന്റിന്റെ പേര് രാജേഷ് എന്നാണ്. ഹലോ സാർ, പത്മിനിയാണ്. അതെ, ഇവിടെ സാറിനെ കൊടുക്കാം. രാജേഷ്, അപ്പോ ഞാൻ പറയായിരുന്നു, പുല്ലമ്പാറ മാതൃകയാണ് നമ്മള് കേരളം മുഴുവൻ വ്യാപിപ്പിച്ചതെന്ന്. അപ്പൊ ഒരു ഗസ്റ്റ് ഉണ്ട് ഇവിടെ, ഞാൻ പരിചയപ്പെടുത്താം. നമസ്കാരം സാർ. സരയു. നമസ്കാരം, ഞാൻ സിനി ആർട്ടിസ്റ്റ് സരയു ആണ്. ഒരുപാട് സന്തോഷം. പറഞ്ഞു, അമ്മ പറഞ്ഞു, ഒരുപാട് സന്തോഷം ഇത്രയൊരു കാഴ്ച കണ്ടപ്പോ. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ് ഈ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. താങ്ക് യു. ശരി, കാണാം. ഓക്കെ. എത്ര ദിവസം കൊണ്ടാ പഠിച്ചത്? ഒരു 4 ദിവസം 5 ദിവസം വരെ. ഈ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്താൻ ഒരു കാരണമുണ്ട്. സേവനങ്ങൾ മുഴുവൻ ഓൺലൈനാക്കി തദ്ദേശ സ്ഥാപനങ്ങളിൽ. ആദ്യം മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും ആക്കി, പിന്നെ എല്ലാ പഞ്ചായത്തുകളിലും ആക്കി. ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏത് സേവനവും നിങ്ങൾക്കൊരു മൊബൈൽ ആപ്പിലൂടെ നേടാൻ പറ്റും. അപ്പോൾ അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, മൊബൈൽ ഫോണിൽ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, കെ സ്മാർട്ടിൽ കയറുക, അപേക്ഷ കൊടുക്കുക. സെക്കൻഡുകൾക്ക് ചെയ്തോ? ചെയ്ത ആളാണ് ഇരിക്കുന്നത്. നേരെ വാട്സാപ്പിൽ കിട്ടും. അപ്പം അതേപോലെ തന്നെ ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു വേർഷൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടെ സാർ, വലിയ തിരക്കില്ല നമുക്ക് കാണാമല്ലോ. നമുക്ക് നേരിട്ട് ഒരാൾ അങ്ങനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതന്നെ സന്തോഷമുള്ള കാര്യം. അവരെ അന്വേഷിക്കാൻ ആളുണ്ടാവുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. നമുക്ക് നേരിട്ട് കാണാം. ഉറപ്പായിട്ടും സാർ.
നമസ്കാരം സാറേ. എങ്ങനെ ഉഷാറല്ലേ? ഞാൻ എവിടെ പോയാലും ഹരിത കർമ്മസേനക്കാരെയാണ് അന്വേഷിക്കുക. ഹരിത കർമ്മസേനക്കാര് പണ്ട് വരുമ്പോഴുള്ള സ്ഥിതി അല്ലല്ലോ ഇപ്പൊ. പണ്ട് ആദ്യം വരുമ്പോ ആരെങ്കിലും വീട്ടിൽ കയറ്റുമായിരുന്നോ? വാതിൽ തുറക്കില്ല, പൈസ തരാൻ ഭയങ്കരമായ മടിയാണ്, ചീത്ത പറയുമായിരുന്നു. അതെ, പറഞ്ഞവരുണ്ട്. ഇപ്പൊ ആരും അങ്ങനെ വിളിക്കില്ല. അതാണ് ഞാൻ എല്ലാവർക്കും പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, പണ്ട് പ്രളയമുണ്ടായപ്പോ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യമാണ്, അതുപോലെ കേരളത്തിന്റെ ശുചിത്വ സേനയാണ്. നമുക്കിപ്പോ കാപ്പി കുടിക്കാനായാലും അവരെ ടേബിളിൽ നമുക്ക് ഇരുത്തി കാപ്പി തരണുണ്ട്. തന്നില്ലെങ്കിൽ ഭയങ്കര മാറ്റം. നിങ്ങളുടെ ആകെ ഒരു സന്തോഷമാണ്. ഇത് പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്നറിയോ, രാവിലെ എണീക്കുമ്പോ ഇവിടെ വരാതിരിക്കാൻ തോന്നൂല. അപ്പൊ എത്ര വൈകിട്ട് നമ്മൾ ആ ചാടി എണീറ്റ് കുളിച്ചിട്ട് ഭഗവാനെയൊക്കെ തൊഴുത് കണ്ടിട്ട് ഞങ്ങളുടെ ആയുധങ്ങൾ എടുത്തോണ്ട് ഇറങ്ങുക. അപ്പൊ നല്ല എനർജിയാണ് നമുക്ക്. ഈ ജോലിക്ക് വന്നിട്ട് ഭയങ്കര ഒരു സങ്കടം. ഓരോരുത്തർ പോകാൻ കേരളത്തിനൊരു അഭിമാനമായിട്ടുള്ള സേനയാണ് നിങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താണെന്നറിയാമോ, ഇവരെ സോഷ്യൽ മീഡിയയിൽ അബ്യൂസ് ചെയ്യുക, പിന്നെ ഇവർക്ക് പൈസ കൊടുക്കെടുത്ത് പോസ്റ്റ് ചെയ്യുക, വീഡിയോ നിരന്തരമായിട്ട് ഹരിതകർമ്മസേനയ്ക്കെതിരെ, ഇതൊക്കെ പതിവായിരുന്നു. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, ഹരിതകർമ്മസേന ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താവുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഈ ഒരു കൊല്ലം 1,52,000 ടൺ പാഴ്വസ്തുക്കളാണ് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ചത്. 1,52,000 ടൺ. ചെറിയ കണക്കല്ല. ഇവരില്ലെങ്കിൽ ഇത് മുഴുവൻ എവിടെ വരും? റോഡിൽ വരും. സിവിക് സെൻസ് ഉണ്ടെന്ന് പറയുന്ന മലയാളികൾ അതെല്ലാം റോഡുകളിൽ തന്നെ ഉറപ്പായിട്ടും. ഈ ജോലി കൊണ്ട് നമുക്ക് ഇത്രയും വരുമാനങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. നമുക്കൊരു ആവശ്യം വന്ന ആരെ മുമ്പിലും കൈ നീട്ടേണ്ടി വരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ സ്വന്തമായിട്ടൊരു വരുമാനമുണ്ട് നമുക്ക്. അതിനുള്ള ഇപ്പൊ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റാത്തൊക്കെ ഇപ്പം നിറവേറാൻ പറ്റുന്നില്ലേ? നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. ഒരു ചെറിയൊരു യാത്ര പോകണമെന്നോ, ശ്രീലങ്ക രാമേശ്വരത്ത് പോയി. ശ്രീലങ്കയിൽ ഞാൻ പോയിട്ടില്ല. ധനുഷ്കോടി വരെ പോയിട്ടുണ്ട്. ഈ ഒരു വരുമാനത്തിൽ നിന്നാണ് പോയത്. ശബരിമലയിൽ കഴിഞ്ഞ വർഷം പോയി. അടിച്ചു പൊളിക്കുന്നുണ്ട്. വിമാനയാത്ര നടത്തുന്ന ആ ഒരു ആഗ്രഹം കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ഇനി ആ ഒരു ആഗ്രഹം എല്ലാരും കൂടെ ചേർന്ന് ഒരു അതിന് സാർ ഞങ്ങൾക്ക് ഒരു അല്ല, ഇപ്പൊ ഇവർ ഇത്രയും ആളുകളെ കാണുകയാണ്, അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അതെ, അവരുടെ ഞങ്ങൾക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആൾക്കാരാണ് വീടുകളായിട്ട്. നല്ല സപ്പോർട്ടാണ്. എല്ലാം എന്ത് ഒരു ഡ്രസ്സ് നല്ലൊരു വിശേഷം വന്നാൽ നമ്മൾ ഡ്രസ്സ് ഒക്കെ അവരെ മേടിച്ചു തരണത്. നടന്നോളൂ, ഞങ്ങൾ നടന്നോളൂ. അപ്പൊ അത് അവരിൽ ഉണ്ടാക്കിയൊരു മാറ്റം. തീർച്ചയായിട്ടും ഒരു വരുമാനം, ഒരു സമ്പാദ്യം, യാത്രകൾ ചെയ്യുന്നു, അത്രയും ആൾക്കാരുമായിട്ട് ഇടപഴകുന്നു. പിന്നെ ഇത് ഇങ്ങനെ ഒരു സ്വീകാര്യത അവർക്ക് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതും ഭയങ്കര തുടക്ക കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു. തുടക്കത്തില് അതിഭയങ്കരമായ റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവരെ വീട്ടിൽ കയറ്റില്ല, അവര് പോയി ബെല്ലടിച്ചാൽ തുറക്കില്ല, ഇവിടെ വേസ്റ്റ് ഒന്നും ഇല്ല എന്ന് പറയും. അവിടെ നിന്ന് മാറി ഇപ്പൊ എന്നിട്ട് റോഡിൽ കൊണ്ടിടുകയും ചെയ്യും. അതെ, എന്നിട്ട് റോഡിൽ കൊണ്ടിടുകയും ചെയ്യും. ഞാൻ സ്ഥിരം പറയാറുള്ളതാണ്, 50 രൂപ മാസം ഇവർക്ക് കൊടുക്കാൻ മടിച്ചിട്ട് ദിവസം 50 രൂപയുടെ പെട്രോൾ ചിലവാക്കും ഇത് കളയാൻ. ബൈക്കോ കാറോ എടുത്ത് രാത്രി ഇരുട്ടത്ത് പോയിട്ട് എവിടെയും കൊണ്ട് തട്ടും. ആ സ്ഥിതിക്ക് വലിയ തോതിൽ മാറ്റം വന്നു. ഇവർക്കുള്ളൊരു ട്രെയിനിങ് ഒക്കെ ഇവർക്ക് നമ്മള് മറ്റേ ട്രെയിനിങ് ഇപ്പൊ വീണ്ടും ട്രെയിനിങ് തുടങ്ങാൻ പോവാണ്. പ്രധാനമായിട്ടും ട്രെയിനിങ് ഉള്ളത് ഈ സെഗ്രിഗേഷനിലാണ്, തരംതിരിക്കൽ. കാരണം ഇവര് ഇപ്പോൾ ശേഖരിക്കുന്ന പാഴ്വസ്തുക്കളുണ്ടല്ലോ, അത് 2 തരത്തിലുണ്ട്. ഒന്ന് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതും. തരംതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതിന് വില കിട്ടും, എല്ലാത്തിനും വില കിട്ടില്ല. ഇപ്പോൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്, റീസൈക്കിളബിൾ അല്ലാത്തത്, അതിന് വില കിട്ടില്ല. അപ്പോൾ അത് കൃത്യമായി തരംതിരിച്ചാൽ ഈ ഇവർക്കുള്ള വില കൂടുതൽ വില കിട്ടും. ഈ തരംതിരിക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കണമെങ്കിൽ MCF അല്ലെങ്കിൽ RRF. ഈ ആദ്യത്തെ തരംതിരിക്കൽ നടക്കുക MCF-ലാണ്, രണ്ടാമത്തെ RRF-ലാണ്. ഒരു RRF പോയി കണ്ടാൽ നമുക്ക് തരംതിരിക്കലിനെ കുറിച്ച് തീർച്ചയായിട്ടും. ബ്രഹ്മപുരം അത്ഭുതകരമായ ഒരു മാറ്റമല്ലേ. ഇപ്പൊ അസംബ്ലിയിൽ ഞാനിത് പറഞ്ഞപ്പോഴേ ബ്രഹ്മപുരം പൂങ്കാവനമാക്കി മാറ്റുന്നത് ഭയങ്കര പരിഹാസമായിരുന്നു. പുറത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളായിരുന്നു. കാരണം ആരും വിശ്വസിച്ചില്ല.
പക്ഷെ ഇന്ന് അസാധ്യം എന്ന് കരുതിയ കാര്യം അവിടെ സാധ്യമായി. പോസിബിൾ ആയി. ബ്രഹ്മപുരത്ത് 9 ലക്ഷം മെട്രിക് ടൺ മാലിന്യം 110 ഏക്കർ, അതിൽ 90% നീക്കം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ മഴക്കാലത്ത് നിർത്തിവെച്ചിരിക്കുകയാണ്. മഴ മാറിയാൽ നമുക്കൊരു മാസം കൊണ്ട് ബാക്കി കൂടി. അപ്പോൾ ബ്രഹ്മപുരം എന്ന ഡംപ് സൈറ്റ് ഇല്ലാതാവുകയാണ്. ഒരു ബ്രഹ്മപുരം മാത്രമല്ല കേട്ടോ, കേരളത്തിൽ 25 ഡംപ് സൈറ്റുകൾ ഇല്ലാതായി. 20 സ്ഥലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ബയോമൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഡംപ് സൈറ്റുകൾ ഇല്ലാത്ത കേരളമാണ്. അത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ RRF സെഗ്രിഗേഷൻ. നോക്കൂ, ഇത് മിക്സഡ് വേസ്റ്റ് ആണല്ലോ വരുന്നത്. ആ മിക്സഡ് വേസ്റ്റ് ഇത്രയും കവറുകളാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നും ഇതിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതുണ്ട്. ഈ പ്ലാസ്റ്റിക് ഒക്കെ എന്ന് പറഞ്ഞാൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതാണ് അല്ലേ? റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതാണ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. അത് മുഴുവൻ നമ്മൾ മാറ്റും. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് വേറെയാക്കും. വീടുകളിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കുന്ന ഒരു കാര്യമാണ്, ചെയ്യേണ്ടതാണ്. അതെ, ലോകത്ത് വികസിത രാജ്യങ്ങളിലെല്ലാം അങ്ങനെ ചെയ്യുന്നത്. വീടുകളിൽ തന്നെ തരംതിരിക്കാൻ പഠിപ്പിക്കും. ജപ്പാനിൽ പ്രീ സ്കൂളിൽ പഠിപ്പിക്കും ഇത് തരംതിരിക്കാൻ. നമ്മളിപ്പോൾ സിലബസിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് കേട്ടോ. അതെയോ? നമുക്കിപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഹരിതകർമ്മ സേന ശേഖരിക്കുന്നുണ്ടല്ലോ, അത് എല്ലാ വാർഡിലും നമ്മൾ മിനി MCF ഉണ്ട്. പലയിടത്തും ഒരു ഇരുമ്പ് കൂട് പോലെ കാണുന്നത്. അത് തൽക്കാലം അവിടെ സംഭരിക്കാനുള്ളതാണ്. എല്ലാ വാർഡിലും ഉണ്ട്. മിക്കവാറും ഒരു വാർഡിൽ 2 വീതമുണ്ട്. അത് അവിടെ നിന്ന് MCFലേക്ക് നീക്കം ചെയ്യും. അവിടെ വെച്ച് ആദ്യത്തെ തരംതിരിക്കൽ നടക്കും, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി. ഈ RRF വെച്ച് സെക്കൻഡ് ലെവൽ സെഗ്രിഗേഷൻ നടക്കും. 2ാമത്തെ ഘട്ടത്തിലൂടെ തരംതിരിക്കാൻ. അങ്ങനെ തരംതിരിച്ചിട്ട് അല്ലേ, ആ തരംതിരിച്ച് വില കിട്ടുന്നത് മറ്റേ റീസൈക്കിൾ ചെയ്യാവുന്നത് അതിന് കൊടുത്തയക്കും. ഈ വില കിട്ടാത്ത റിജക്റ്റ് മുഴുവൻ പോകുന്നത് RDF ആക്കാൻ വേണ്ടിയിട്ടാണ്. RDF ആക്കി സിമെന്റ് ഫാക്ടറിയിലേക്ക് അയക്കും. അവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കും, അവിടെ കത്തിക്കും. ഇത്രയും വലിയൊരു എഫേർട്ട് നടക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ജനങ്ങളുടെ ഒരു സഹകരണം എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടറാണല്ലോ. അപ്പോൾ എനിക്കത് കൃത്യമായിട്ടൊരു ഫൈൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇൻജെക്ട് ചെയ്യുകയാണെങ്കിൽ ഫൈൻ നമ്മൾ എത്ര ഏകദേശം ഒരു ഫൈൻ എമൗണ്ട് ഭയങ്കര രസകരമായ കാര്യമാണ്. വന്നിട്ടുണ്ടാവും. നമ്മൾ ഗണ്യമായിട്ട് കൂട്ടി. അതായത് പൊതുസ്ഥലത്ത് ഇതുപോലുള്ള മാലിന്യം വലിച്ചെറിഞ്ഞാൽ 10,000 രൂപ വരെ ഫൈൻ, റോട്ടിലോ മറ്റോ ഒക്കെ പൊതുസ്ഥലത്ത്. വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ടാൽ 50,000 വരെ ഫൈൻ ഇടാം, ജാമ്യമില്ലാത്ത വകുപ്പാണ്, ജയിലിലാവും. അത് നമ്മൾ നിയമ ഭേദഗതി വരുത്തിയതാണ്. ഇപ്പോ 2023-24 ഫൈനായിട്ട് ചുമത്തിയത് 2.9 ലക്ഷം രൂപ മാത്രമാണ്. 24-25 അത് 5.7 കോടിയായിട്ട് വർദ്ധിച്ചു. 5.7 കോടിയായിട്ട് വർദ്ധിച്ചു. അതും കഴിഞ്ഞ് ഈ 2025 ജനുവരി മുതൽ ഈ ജൂൺ വരെയുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ 90,000 പരിശോധന നടത്തി 8.55 കോടി ഫൈൻ ഈടാക്കി. ഈ 5 മാസം മാത്രം. വിദേശത്ത് ഉള്ള ഈ സംവിധാനങ്ങളെ പുകഴ്ത്തും. നിങ്ങൾ ദുബായിൽ പോയിട്ടുണ്ടോ? എന്തൊരു വൃത്തിയാണ് അവിടുത്തെ റോഡുകൾക്ക് എന്ന് ഫേസ്ബുക്കിൽ എഴുതും. ജപ്പാനിൽ പോയിട്ടുണ്ടോ, സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ, ഒരു കടലാസ് കഷ്ണം പോലും റോട്ടിൽ കാണില്ല എന്നൊക്കെ പുകഴ്ത്തുകയും രാത്രി ഇരുട്ടത്ത് കാറോ ബൈക്കോ എടുത്ത് ആരും കാണാതെ വീട്ടിലെ വേസ്റ്റ് കെട്ടിയിട്ട് റോട്ട് കൊണ്ടുവരും ചെയ്യും. അത് അഭ്യസ്ത. ഇപ്പോൾ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പറയാം. കുന്നംകുളം മുനിസിപ്പാലിറ്റി ജീവനക്കാർ രാവിലെ വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരു ഈ പോളിത്തീൻ ബാഗ് കിട്ടി. തുറന്നു നോക്കിയപ്പോൾ വീട്ടിലെ വേസ്റ്റ് മുഴുവൻ കുത്തി നിറച്ചതാണ്. അതിനകത്ത് നിന്നൊരു നമ്പർ കിട്ടി. അപ്പോൾ ആ നമ്പറിൽ ഇവർ വിളിച്ചു. ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വിളിച്ച ആൾക്ക്, ഫോൺ എടുത്ത ആൾക്ക് സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അയാൾ ഷെയർ ചെയ്ത് കൊടുത്ത ലൊക്കേഷനിൽ ഇവർ അന്വേഷിച്ച് എത്തി. തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കിക്കൊള്ളാൻ പറഞ്ഞു. കൈയോടെ പിടിക്കപ്പെട്ടല്ലോ. അപ്പോൾ ഈ ചെയ്ത ആളാരാന്നറിയാമോ? സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുക. നാട്ടിൽ ലീവിൽ വന്നപ്പോൾ ഒരു ഉപകാരം ചെയ്തതാണ്. അവധിക്ക് വന്നപ്പോൾ ചെയ്ത ഉപകാരമാണ്. വിദ്യാഭ്യാസവും വിവേകവും രണ്ടാന്ന് പറയുന്ന പോലെ. അതെ, വളരെ ശരിയാണ്. ഇത്രയും മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഒന്നാമത്തെ പങ്ക് ഹരിതകർമ്മസേന. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ വരുത്തിയ നിയമ ഭേദഗതി, പിന്നെ ശക്തമായിട്ടുള്ള നടപടികൾ, ഈ പറഞ്ഞ മുഖം നോക്കാതെ നടപടികൾ. ഇപ്പോൾ MG ശ്രീകുമാറിന് ഫൈനിട്ടത് അറിഞ്ഞു കാണും. അദ്ദേഹം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം അല്ല അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചു, ഫൈൻ അടച്ച ശേഷം എന്നെ വിളിച്ചു.
എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫൈൻ ഇട്ടു, പഞ്ചായത്ത് വന്ന് ഫൈൻ ഇട്ടു, ഞാൻ അടച്ചിട്ടുണ്ട്, അതിൻ്റെ വസ്തുതയൊക്കെ പറഞ്ഞു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സർക്കാരിൻ്റെ ഈ നടപടിക്ക് എൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. അതുകൊണ്ട് ഈ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന് 2 പാട്ട് എൻ്റെ വക എൻ്റെ ചെലവിൽ ഞാൻ പാടി സർക്കാരിന് തരാം അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയുള്ള ബോട്ടിലാണ് വെള്ളം പ്രോത്സാഹിപ്പിക്കുന്നത്. സുപ്രീം ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അതെ, റെസ്റ്റോറൻറ്റുകൾ, ഓഡിറ്റോറിയങ്ങൾ ഇവിടെ നിന്നും പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളത്തായിരുന്നു അല്ലേ? എറണാകുളം അങ്കമാലിയിലാണ് ആദ്യത്തെ പ്രീമിയം റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 1 ഡസനോളമായിട്ടുണ്ട്. കൃത്യമെണ്ണം ഓർമ്മയില്ല. കേരളത്തിൽ പലയിടത്തുമായിട്ട് ഇത് കുറച്ചുകൂടി ഇട്ടുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ വളരെ സ്വീകാര്യത നേടാൻ സാധിച്ചു. കുടുംബശ്രീയുടെ ഒരു പ്രത്യേകത കൈപുണ്യമാണ്. ഭക്ഷണം അല്ലേ, നല്ല ബിസിനസ് അല്ലേ? നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമ്പോഴേ ഇവരുടെ സ്റ്റോളുകൾ ഉണ്ടാവുമല്ലോ, അവിടെ നിന്നുള്ള ഫുഡൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ കുടുംബശ്രീയുടെ ഇതിൽ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു സാർ? കുടുംബശ്രീ 27 കൊല്ലം മുമ്പാണ് കുടുംബശ്രീ തുടങ്ങിയത്. 27 കൊല്ലം മുമ്പാണ്. അന്ന് പ്രധാനമായിട്ടും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷനായിട്ടാണ്. പക്ഷെ ഇന്ന് കേരളത്തിൻ്റെ തന്നെ സാഹചര്യങ്ങൾ മാറിയില്ല. 27 കൊല്ലം മുമ്പുള്ള കേരളമല്ല. കുടുംബശ്രീയുടെ കൂടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറി ഇന്ത്യയിലെ. അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു പ്രധാന പങ്ക് കുടുംബശ്രീ വഹിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആ ലക്ഷ്യം കൈവരിച്ച സ്ഥിതിക്ക് ഇനി വരുമാന വർധനവ് എന്നുള്ളതാണ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാന വർധനവ് എന്നുള്ളതാണ്. അപ്പം അതിന് സംരംഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ മേഖലകളിലേക്ക് കുടുംബശ്രീ വരും. ഇതെന്താ? സരയു ചിക്കൻ കഴിക്കുന്ന ആളല്ല. അതിരുന്നോട്ടെ, ചിക്കൻ വേണ്ട, കഴിക്കും. ഇന്നൊഴിവാക്കാം. ഇത്രയും വേണ്ട, ഇത്രയും കഴിക്കാൻ വയ്യ. അന്നാ കുറച്ചിട്ടു. അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ പുതിയ മേഖലകളിലേക്ക് വരണം. അതിലൊന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ മറ്റേ റെസ്റ്റോറൻറ്റുകളുടെ പ്രീമിയം കഫേകളുണ്ട്, ജനകീയ ഹോട്ടലുകളുണ്ട്, ഇതൊന്നുണ്ട്. പിന്നൊരു ഭാഗം കുടുംബശ്രീ ഇപ്പോൾ ഒരു ടെക്നോളജി കോൺക്ലേവ് നടത്തി 180ഓളം ടെക്നോളജി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ഇവരുടെ എല്ലാം ടെക്നോളജി അത് ഫുഡ് പ്രോസസ്സിങ്ങിലേക്ക് കുടുംബശ്രീ പ്രവേശിക്കുകയാണ്. അത് വലിയ വരുമാനമൊക്കെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ കൊച്ചിയിൽ വെച്ചായിരുന്നു ടെക്നോളജി കോൺക്ലേവ്. ഇതെന്താ? ചിക്കൻ തോരൻ. കുറച്ചിട്ടുള്ളൂ. എന്നാൽ പിന്നെ കൊണ്ടാട്ടം വേണമെന്നും ഇല്ല. ഇങ്ങനെ കുറെ ഐറ്റം ഉണ്ടല്ലോ. ഇത് ചിക്കൻ കഴിക്കില്ല, സരയു കഴിക്കില്ല. വനസുന്ദരി ചിക്കൻ വളരെ പ്രസിദ്ധമാണ്. ചിക്കൻ കഴിക്കാത്തതുകൊണ്ടായിരിക്കും അത് മിസ് ചെയ്തത്. സാറിന്റെ പേഴ്സണൽ ഇഷ്ടങ്ങൾ എന്താണ്? ഫുഡ് ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കും. എല്ലാം കഴിക്കും. ഏത് ഭക്ഷണവും കഴിക്കും. ലോകത്ത് എവിടെ പോയാലും അവിടുത്തെ ഭക്ഷണം കഴിക്കും. എനിക്ക് ഇന്ന ഭക്ഷണം കിട്ടണം നിർബന്ധമില്ല. ഇന്ന്
വ്യക്തിപരമായിട്ട് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായി തീർന്നു. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മന്ത്രി അത്രയും സ്നേഹത്തോടെ അത്രയും സൗഹാർദ്ദപരമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മനസ്സിലാക്കി തന്നു. അദ്ദേഹം അതിനുള്ള എഫേർട്ട് എടുത്തു, ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചാണെങ്കിലും ഹരിതകർമ്മ സേനയാണെങ്കിലും കുടുംബശ്രീ ആണെങ്കിലും എല്ലാം അവരെയൊക്കെ പേഴ്സണലി മീറ്റ് ചെയ്യാനും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആസ് എ വ്യക്തി നമുക്ക് പലപ്പോഴും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും എല്ലാം സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ ആശംസകളും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയിക്കുകയാണ്. ഇതേപോലെ തന്നെ ഗംഭീരമായിട്ട് ഇനിയും മുമ്പോട്ട് പോകാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.